നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിപ്പർ ജയാനന്ദനെ കൊടുങ്ങല്ലൂരിലും കാട്ടൂരും ആളൂരും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. നാട്ടികയിലും വലപ്പാടും കുടുംബശ്രീ ഓണച്ചന്തകൾ ആരംഭിച്ചു. തൃപ്രയാർ സെന്ററിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. റിപ്പർ ജയാനന്ദനെ കുരിയച്ചിറയിലും കൊടുങ്ങല്ലൂരിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കിയ റിപ്പർ ജയാനന്ദനെ ഇന്നലെയാണ് കൂടുതൽ തെളിവെടുപ്പിനായി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് ജയാനന്ദനെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒളിവിൽ കഴിയുന്നതിനിടയിൽ ജയാനന്ദൻ സൈക്കിൾ മോഷ്ടിച്ച ചൂരപ്പെട്ടി ഗോപാലകൃഷ്ണന്റെ കാവിൽക്കടവിലുള്ള വീട്ടിലാണ് പുതുക്കാട് CI N മുരളീധരനും സംഘവും തെളിവെടുപ്പ് നടത്തിയത്. സൈക്കിൾ മോഷ്ടിച്ച വിധം ജയാനന്ദൻ പോലീസിനോട് വിവരിച്ചു. ശക്തമായ പോലീസ് സന്നാഹത്തോടെയാണ് ജയാനന്ദനെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത്. റിപ്പർ ജയാനന്ദനെ കൊണ്ടുവന്നതറിഞ്ഞ് നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടി. ഒളിവിൽ താമസിച്ചിരുന്ന ആളൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ജയാനന്ദനെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. ആളൂർ പൊരുന്നകുന്നിൽ ചെങ്ങാനിക്കാട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ താഴികക്കുടങ്ങൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ജയാനന്ദനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുകളിലേതുൾപ്പെടെ 4 താഴികക്കുടങ്ങളാണ് ജയാനന്ദൻ മോഷ്ടിച്ചത്. ക്ഷേത്രത്തിന് സമീപത്തെ 2 വീടുകളുടെ വാതിലുകൾ മോഷണം ലക്ഷ്യമിട്ട് തീവയ്ക്കുകയും ക്ഷേത്രത്തിനകത്തു നിന്നും ചെമ്പുകുടം മോഷ്ടിച്ചതും താനാണെന്നും ജയാനന്ദൻ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 27-നാണ് ജയാനന്ദൻ ക്ഷേത്രത്തിലെ ഉപദേവ പ്രതിഷ്ഠകൾക്ക് മുകളിലെ 2 ചെറിയ താഴികക്കുടങ്ങൾ കവർന്നത്. ഈ മാസം 4-ന് രാത്രിയിൽ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ച് അകത്ത് കടന്ന് ശ്രീകോവിലിനും മണ്ഡപത്തിനു മുകളിലുള്ള 2 താഴികക്കുടങ്ങളും ജയാനന്ദൻ മോഷ്ടിച്ചു. ഒളിവിലായിരിക്കെ താൻ താമസിച്ചതായി ജയാനന്ദൻ മൊഴി നൽകിയ കാട്ടൂരിലെ വീട്ടിൽ ഇയാളെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി. കാട്ടൂർ തേക്കുമൂലയ്ക്ക് സമീപം റിട്ടയർഡ് എയർഫോഴ്സ് കമാൻഡർ പരേതനായ വലിയ വീട്ടിൽ ആന്റണിയുടെ ആളൊഴിഞ്ഞ ഓടിട്ട വീട്ടിലാണ് ജയാനന്ദനെ കൊണ്ടുവന്നത്. 14 വർഷമായി പൂട്ടിക്കിടക്കുന്ന വീടാണ് ഇത്. ഇവിടെ നിന്നും പിസ്റ്റൾ മോഷ്ടിച്ചതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ എത്തിയ പോലീസ് അരമണിക്കൂറുകളോളം പരിശോധന നടത്തി. 15 പാക്കറ്റുകളിലായി 200ഓളം തിരകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 1.5 മാസം മുൻപാണ് ജയാനന്ദൻ ഇവിടെ താമസിച്ചത്. ഇവിടെ ഡബിൾ ബാരൽ തോക്കും സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നുവെന്ന ഇയാളുടെ മൊഴി പ്രകാരം മറ്റാരോ വീട്ടിൽ കവർച്ച നടത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. കാട്ടൂർ ഇരിങ്ങാലക്കുട റോഡിൽ തിരക്കേറിയ ഭാഗത്താണ് ജയാനന്ദൻ താമസിച്ച വീട്. ഇയാളെ കൊണ്ടുവന്നതറിഞ്ഞ് വൻ ജനക്കൂട്ടം വീടിന് സമീപത്ത് തടിച്ചുകൂടി. പുതുക്കാട് CI മുരളീധരൻ, SI ജോജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് ജയാനന്ദനെ കൊണ്ടുവന്നത്. വീട്ടുടമ ആന്റണിയുടെ ഏക മകൻ ബാംഗ്ലൂരിലാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഓണം വിപണനമേള തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, മെമ്പർമാരായ KP സുഗദാസ്, TK പ്രസാദ്, സുമതി അരവിന്ദാക്ഷൻ, സത്യഭാമ ജയപാലൻ, C ശങ്കരനാരായണൻ, ശ്രീദേവി മാധവൻ, അനിത ജ്യോതി, തങ്കമണി ത്രിവിക്രമൻ, MK മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PK ബാബു, PSP നസീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. 250 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൂപ്പൺ ലഭിക്കുന്നതാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ വലപ്പാട് ചന്തപ്പടിയിൽ കുടുംബശ്രീ സംരംഭക യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NS ധർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷെരീഫ് ആദ്യ വിൽപ്പന നടത്തി. CDS ചെയർപേഴ്സൺ തുളസി സന്തോഷ്, PM ഷെരീഫ ബാവ, ഷിബ പ്രദീപ്, ED ഫ്രാൻസിസ്, ശ്രീകല ശിവദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്തി. മെഡിക്കൽ ഓഫീസർ J. സിയൂസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റഹീന മാവുങ്ങൽ, ഡോക്ടർ നിതിൻ റോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CP ഡേവിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP സനീഷ് കുമാർ തുടങ്ങിയവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി. പൂക്കളം ഒരുക്കി ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണപ്പാട്ടിന്റെ ഈണമിട്ട് കസേരകളി, സ്പൂൺ റേസ്, സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നീ കലാപരിപാടികളും അരങ്ങേറി.
നീ തേടും മനോഹരതീരം ദൂരെ പാടി വിളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹരതീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. ഇനിയൊരു ഇടവേള.